മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തില് മറ്റൊരു ചരിത്രത്തിന്റെ ആവർത്തനം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം BJP വിജയിച്ചിട്ടുള്ള 3 MLA-മാർ എന്തു ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. വളരെ വ്യക്തമാണ്. 3 MLA-മാരും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതത് മണ്ഡലങ്ങളിലെ ജനങ്ങള് വളരെ വലിയ രീതിയിൽ അവരെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് കേരളത്തിൽ മാറാൻ പോകുന്നത് എന്നതൊക്കെ. അതിനു മുമ്പേ ആയിട്ട് നമുക്ക് UDF-നെ, അതായത് 100 സീറ്റിലധികം കൊടുത്ത് ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ള UDF-ന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ഒറ്റവാക്കിൽ എടുത്തു പറഞ്ഞാൽ വളരെ പരിതാപകര. UDF-ന്റെ തകർച്ച അവര് തന്നെയാണ് നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഈ സമയം വരെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. BJP വിജയിച്ചിട്ടുള്ള 3 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ചടങ്ങുകളിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഒരേ ഒരു സംസ്ഥാനത്ത് വിജയിച്ച രാഹുൽ ഗാന്ധിക്ക് ഈ സമയം വരെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ഈ സമയം വരെ തീരുമാനിക്കാത്തത്? ഉത്തരം വളരെ ലളിത. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും VD സതീശന് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയുമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത്. സ്വാഭാവികമായിട്ടും MLA-മാർ ആരാണ് കൂടുതൽ പരിഗണിക്കുന്നത്? അതിനനുസരിച്ചാണെങ്കിൽ KC വേണുഗോപാലാണ്. ഒരു തർക്കമില്ലാത്ത വിഷയമാണത്. ഈ VD സതീശൻ എന്തോ മല മറിച്ചു എന്നൊക്കെ പറയുന്നത് മഹാപൊള്ളത്തരമാണ് എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. സതീശൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമി പച്ചവർഗീയവാദികളാണ് എന്ന് കേരള പൊതുസമൂഹം ഒന്നടങ്കം പറയുന്ന സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന VD സതീശന് ഒരു വലിയ പെയിന്റ് അടിക്കലങ്ങ് വെള്ളം പെയിന്റ് അടിച്ചു കൊടുത്തു. അതായത് പറയുന്നു, അവരെന്താ വർഗീയത ചെയ്തത്? ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിച്ച് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് സതീശൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റാരേക്കാൾ ഭംഗിയായിട്ട് ഈ മുസ്ലിം ലീഗിന്റെ ആലയിലേക്ക് കോൺഗ്രസിനെ വലിയ രീതിയിൽ കെട്ടിവെക്കാനും ഈ പറയുന്ന VD സതീശന് ആവുമെന്നും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ബോധിപ്പിച്ചു. ഇത് മാത്രം സതീശൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ UDF-ന്റെ ഈ വലിയ വിജയത്തില് ഈ പറയുന്ന KC വേണുഗോപാലിനോ ചെന്നിത്തലക്കോ VD സതീശനോ ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് ഈ ഒരു സാധനം ഒന്നുമില്ല. ഇതൊരു യാഥാർത്ഥ്യ. ഇത് ഇടതുപക്ഷത്തോടുള്ള വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു എതിർപ്പ്, അത് UDF-ന് വോട്ട് ചെയ്തങ്ങ് തീർത്തു എന്നുള്ളത്. അല്ലാതെ സതീശന് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായിട്ടല്ല. ഈ സതീശന് വേണ്ടി ഇപ്പൊ മുസ്ലിം ലീഗിലും ജമാഅത്തെ ഇസ്ലാമിയിലും അവര് പടവെട്ടി ഹൈക്കമാൻഡിനെതിരെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര സമയമായിട്ടും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഗതികെട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം. ഈ പറയുന്ന മാത്യു കോയൽനാടന്റെ ഫേസ്ബുക്കിലെ ആ കമന്റുകളൊക്കെ ഒന്ന് പോയി നോക്കണം. നാദാപുരം MLA-യുടെ കമന്റ് ബോക്സിൽ ഒന്ന് പോയി നോക്കണം. അങ്ങനെ ഈ മുഖ്യമന്ത്രി ആവാത്തതിന് പ്രതിഷേധിക്കുന്ന സതീശന് വേണ്ടി മണ്ണാൻ കട്ടയാ. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ജനം വോട്ട് ചെയ്തത്. ഇടതുപക്ഷത്തോടുള്ള ഒരു എതിർപ്പ്, പിന്നെ ആരെങ്കിലും ഒന്ന് ആവണം എന്നുള്ളതും ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ്, വലിയ യാഥാർത്ഥ്യം അത്. അപ്പോ ഈ പറയുന്ന മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിക്ക് ഉറഞ്ഞു തുള്ളിയിട്ടാണ് ഈ പറയുന്ന മാത്യു കൊൽനാടിനെതിരെ, ഈ പറയുന്ന നാദാപുരം കോൺഗ്രസ് MLA-ക്കെതിരെ, നിരവധി MLA-മാർക്കെതിരെ തെറി പറയുന്നത്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം. VD ഒന്നും ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടല്ല. VD ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. മുസ്ലിം ലീഗിന്റെ അടിമക്കണ്ണായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് സതീശൻ തെളിയിച്ചു. അതുകൊണ്ട് അവര് ഈ പറയുന്ന സതീശന് വേണ്ടി വാദിക്കല്ലാതെ കേരളത്തിലെ ജനത ഒന്നടങ്ങോ സതീശന്, അതൊക്കെ ഒരു കോമഡി അല്ലേ? ഞാനൊരു കുറച്ച് ഉദാഹരണങ്ങൾ ഈ കമന്റുകളൊന്ന് വായിച്ചു കേൾപ്പിക്കാം.
നിന്നെ പോലുള്ള യൂദാസന്മാരെ തിരിച്ചറിഞ്ഞല്ല എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ തെറ്റ്. വീഡിയും കൂട്ടരും 100+ ഉണ്ടാക്കാൻ നടന്നപ്പോൾ നിന്നെ പോലുള്ളവർ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. മാത്യു കൊൽനാടനെതിരെ പറയുന്നതാ. സതീശന് വേണ്ടി വാദിക്കുന്ന ആളുകളെ ഒന്ന് പരിശോധിച്ചാൽ മതി. അടുത്തത്, VDS-നെ നീ എന്ന് തള്ളി പറഞ്ഞോ അന്ന് മുതൽ നീ ജനങ്ങളുടെ ഇടയിൽ നീ മരിച്ചു. മാത്യു കൊൽനാടനോട് പറയുന്നതാ, സതീശന് വേണ്ടി വാദിക്കുന്ന ആളുകൾ. അടുത്തതാണ്, ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു വീഡിയോ മതിയെന്ന്. ഏത് ജനോ? കോൺഗ്രസിലെ നേതാക്കന്മാരെ കണ്ടിട്ടല്ല നിങ്ങളെ ഒന്നും ജനം ജയിപ്പിച്ചത്. VD സതീശൻ മുഖ്യമന്ത്രിയാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ദീർഘവീക്ഷണം. പിന്നെ ആ പൊസിഷനിൽ എത്തിയാൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്ന് ന്യൂ ജനറേഷൻ പിള്ളേർക്കും കാര്യങ്ങൾ മനസ്സിലായി. അതാണ് അവരും VDക്ക് വേണ്ടി മുറവിളി കൊട്ടുന്നത്. ജനവികാരം മാനിക്കാതെയുള്ള തീരുമാനമാണെങ്കിൽ കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ് സർക്കാർ ആയിരിക്കും ഇത്. പിന്നെ ഒരു കാര്യം, MLA ആവാൻ KC എവിടെ നിന്ന് മത്സരിച്ചാലും വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചിരിക്കൂ. KCക്കെതിരേക്ക് ഇതുപോലെ മുസ്ലിം ലീഗും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അണികൾ രംഗത്ത്. ആരും മുഖ്യമന്ത്രിയായാലും ജനങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് സകല ജനങ്ങൾക്കും അറിയാം. ഇടതുപക്ഷം 10 വർഷം മുടിപ്പിച്ച് ഭരിച്ചത് കൊണ്ട് അവരോടുള്ള ദേഷ്യം കാണിച്ചതിന്റെ ഭാഗമായിട്ടല്ലാണ്ട് സതീശർക്ക് എന്ത് ഗുണമുണ്ടായിട്ട് എന്നാണ് ഇവർ പറയുന്നത്. അടുത്തതാണ്, മുഖ്യമന്ത്രി ചർച്ചയിൽ താങ്കളുടെ പിന്തുണ VDS-ന് അല്ലെങ്കിൽ ഇനി ഒരു MLA സ്ഥാനം നാദാപുരത്ത് നിന്ന് താങ്കൾക്ക് കയ്യെത്താ ദൂരത്താകും, കുറിച്ചു വെച്ചോളൂ. അങ്ങനെ എത്ര 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 ആളുകളാണ് പല രീതിയിൽ ഞെട്ടിക്കുക. ഇതൊക്കെ തന്നെ ഇവരുടെ കടിവേര് തപ്പിപ്പോയി നോക്കിയാൽ ഒന്നേ മുസ്ലിം ലീഗ്, അല്ലേ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി കോൺഗ്രസിൽ പണിയെടുക്കുക അത്തരം ആളുകൾ മാത്രമാണ്. ഇത് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡൊക്കെ മുസ്ലിം ലീഗിന്റെ ആ ഒരു കയറിൻ തുമ്പത്താണ് എന്നുള്ളതല്ലേ നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. ജനം ഇത് കൃത്യമായിട്ട് കാണുക. 100-ലധികം സീറ്റ് ഇടതുപക്ഷത്തോടുള്ള ദേഷ്യത്തിന് കൊടുത്തിട്ട് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് പറയുന്നതും ജമാഅത്തെ ഇസ്ലാമി പറയുന്നതൊക്കെയാണ് AICC പോലും പരിഗണിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കേരള ജനത തിരിച്ചറിയുന്നുണ്ട്. ഈ പറയുന്ന ഇടതോ വലതോ എന്നുള്ളത് കേരളത്തിൽ മാറാൻ പോവാ. കാരണം എന്താ? 3 MLA-മാർ BJPക്ക് ഉണ്ടായി കഴിഞ്ഞു. അവർ കൃത്യമായിട്ട് മുരളീധരൻ ഉൾപ്പെടെയുള്ള MLA-മാർ കൃത്യമായിട്ട് രംഗത്തെത്തിയിട്ട് കേരള ജനതയോട് പറഞ്ഞു കഴിഞ്ഞു, വകുപ്പുകളിൽ ആളില്ല, ഇവിടെ ജനം ബുദ്ധിമുട്ടിലാണ്, ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആരെടുത്ത് പോയിട്ട് സംസാരിക്കണോ, ആരെങ്കിലും ഒന്ന് ആക്കോ. പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന മുസ്ലിം ലീഗിന് കൊടുക്കരുത്. അപ്പോഴേക്ക് ചോദിക്കും, മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്താൽ എന്തായെന്ന്. അത് മുസ്ലിം ലീഗ് ഈ അടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഏത് രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തത് എന്ന് നോക്കി കണ്ട ഒരാളും ആ ചോദ്യം ചോദിക്കൂല. അല്ലെങ്കിലും ഒരു മതപാർട്ടി ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൈകാര്യം ചെയ്താൽ അത് പൊതുസമൂഹത്തിന് അപകടമാണ് എന്നുള്ളതും വലിയ യാഥാർത്ഥ്യം. ഇതൊക്കെ എടുത്തെടുത്തെടുത്ത് BJP MLA-മാർ മുന്നോട്ട് വെച്ച് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് കൃത്യമായ ജനങ്ങൾക്ക് വേണ്ടി BB ഗോപകുമാർ, മുരളീധരന്, രാജീവ് ചന്ദ്രശേഖർ ഇവരൊരു പട നയിക്കൽ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 100-ലധികം സീറ്റിൽ വിജയിപ്പിച്ച UDF ജനങ്ങളുടെ മുഖത്ത് നോക്കി ഇന്നും തുപ്പിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ ജനം ഇടതുപക്ഷത്തെ ആറ്റിലെറിഞ്ഞ് ഇതേപോലെ 100-നടുത്തും 2 തവണയൊക്കെ ഇടതുപക്ഷത്തെ കേരള ജനതയാ വിജയിപ്പിച്ചിട്ടുള്ളത്. UDF-ന്റെ തമ്മിൽ തല്ലും മുസ്ലിം ലീഗിന്റെ ആ ഒരു പറച്ചിലൊന്നും കേൾക്കാനല്ല കേരള ജനത UDF-ന് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുഖ്യമന്ത്രി വേണം, വകുപ്പിൽ ആളുകൾ വേണം, ജനങ്ങൾക്ക് നല്ല സമാധാനത്തിൽ ജീവിക്കും. ഇതൊന്നും UDF-നെ കൊണ്ട് സാധിക്കൂല എന്ന് കേരള ജനത തിരിച്ചറിയാം. ഇതേ കേരള ജനത നാളെ 3 103-ലേക്ക് BJP എത്തിക്കാൻ അറിയാം. ഇതൊക്കെ പറയുമ്പോ BJP കേരളത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു ബംഗാളിലും സകലരും ചോദിച്ചത്. ഇപ്പൊ എന്ത് പറയുന്നു? കേരളം അധികം വൈകാതെ BJP ഭരിക്കുന്ന ഒരു കാലത്തേക്കെത്തും, ഒരു തർക്കമില്ലാത്ത വിഷയം. അത് UDF-ന്റെ തമ്മിൽ തല്ലൊക്കെ കണ്ട് ജനം മടുക്കുക. ഇടതുപക്ഷത്തിന്റെ കട്ടുമുടിക്കൽ കണ്ട് ജനം മടുത്തോ. ഇടതും വലതും അല്ലാതെ മറ്റൊരു 3-ാം ബദലിനെ കേരള ജനത തിരഞ്ഞെടുക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.